2004 ടി.പി. ചന്ദ്രശേഖരൻ്റെ വധം. ടി.പി. ചന്ദ്രശേഖരൻ്റെ വധം നടന്ന സമയത്ത് പോലും പാർട്ടിക്ക് അയാൾ കുലംകുത്തിയായിരുന്നു. പക്ഷേ വി.എസ്. അച്യുതാനന്ദൻ എന്ന നേതാവ് ധീരനായ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ചാണ് ടി.പി. ചന്ദ്രശേഖരനെ അന്നും അഭിവാദ്യം ചെയ്തത്. ധീരനായ കമ്മ്യൂണിസ്റ്റിൻ്റെ വിധവയായിട്ടുള്ള കെ രമയെ കാണാൻ വി.എസ്. അച്യുതാനന്ദൻ വന്ന് കെ രമ കൈകളിൽ അമർത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം, വി.എസിൻ്റെ പോലും കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നൊരു ചിത്രം ഇന്നും പല മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ ചിത്രത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു. ഒരച്ഛൻ്റെ സ്നേഹമുണ്ടായിരുന്നു കെ രമയ്ക്ക് അതിൽ നിന്ന് മനസ്സിലായത്. വി.എസിന് ഒരു മകൻ നഷ്ടപ്പെട്ടു പോയുള്ള ഒരു ജീവിത വേദനയുണ്ടായിരുന്നു ആ ചിത്രത്തിന്. നമുക്കറിയാം, ഒരു വി.എസ്. അച്യുതാനന്ദൻ എന്നൊരു വ്യക്തി അല്ലായിരുന്നുവെങ്കിൽ അന്ന് ആ മനുഷ്യൻ പാർട്ടിയിൽ നിന്ന് പുറത്താണ്. പക്ഷേ വി.എസ്. ജനങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വി.എസ്. എന്താണ് എന്ന് പാർട്ടിക്ക് കൃത്യമായി അറിയുന്നത് കൊണ്ട് മാത്രം വി.എസ്. അച്യുതാനന്ദൻ ടി.പി. ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം ആ വീട്ടിൽ പോയ അന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താകാതെ വീണ്ടും ധീരസഖാവായിട്ട് CPM-ൽ തന്നെ തുടർന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര ദിവസമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മാത്രം ബാക്കി വെച്ച്, ഒരുപിടി നല്ല ഓർമ്മകൾ മാത്രം ബാക്കി വെച്ച് വി.എസിന് അന്ത്യയാത്രയേകുകയാണ് എല്ലാവരും. വി.എസിന് പകരം വി.എസ്. മാത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.